മണ്ണാർക്കാട് നിയോജക മണ്ഡലം എം.എൽ.എ. അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ കേരളത്തിന്റെ 16ാം മന്ത്രിസഭയിലേക്ക്. തിരൂർ സ്വദേശിയായ എൻ ഷംസുദ്ദീൻ 4ാം തവണയാണ് മണ്ണാർക്കാട് എം.എൽ.എ. ആയി തെരഞ്ഞെടുക്കപ്പെടുന്നത്. ഷംസുദ്ദീൻ മന്ത്രിയാവുന്നതിന്റെ ആഹ്ലാദത്തിലാണ് മണ്ണാർക്കാട് നിയോജക മണ്ഡലവും തിരൂരും. 57-കാരനായ എൻ ഷംസുദ്ദീൻ 1969-ൽ മലപ്പുറം തിരൂർ പറവണ്ണയിൽ ജനനം. MSF മലപ്പുറം ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി, 4 തവണ കോഴിക്കോട് സർവകലാശാല UUC, 1991-ൽ കാലിക്കറ്റ് സർവകലാശാല സെനറ്റിലെ വിദ്യാർത്ഥി പ്രതിനിധി, മുസ്ലിം യൂത്ത് ലീഗ് മലപ്പുറം ജില്ലാ സെക്രട്ടറി, ജില്ലാ പ്രസിഡന്റ്, സംസ്ഥാന ജനറൽ സെക്രട്ടറി, 2005-ൽ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് അംഗം, 2011, 2016, 2021, 2026 മണ്ണാർക്കാട് മണ്ഡലത്തിൽ നിന്ന് MLA, സംസ്ഥാന വഖഫ് ബോർഡ്, സംസ്ഥാന വൈൽഡ് ലൈഫ് അഡ്വൈസറി ബോർഡ് എന്നിവയിൽ നിയമസഭയിൽ നിന്നുള്ള പ്രതിനിധി, റവന്യൂ, പൊതുമരാമത്ത്, സാമ്പത്തിക കാര്യങ്ങൾ എന്നിവയ്ക്കുള്ള സബ്ജക്റ്റ് കമ്മിറ്റികൾ, ലോക്കൽ ഫണ്ട് അക്കൗണ്ട് കമ്മിറ്റി, SC/ST കമ്മിറ്റി, നിയമസഭാ എസ്റ്റിമേറ്റ് കമ്മിറ്റി എന്നീ കമ്മിറ്റികളിലും അംഗമായിട്ടുണ്ട്. ന്യൂഡൽഹിയിൽ നടന്ന നാഷണൽ ലെജിസ്ലേറ്റീവ് കോൺഫറൻസിലും മുംബൈയിൽ നടന്ന എസ്റ്റിമേറ്റ് കമ്മിറ്റികളുടെ ദേശീയ കോൺഫറൻസിലും കേരള നിയമസഭയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തു. നിയമസഭയിലെ മികച്ച പ്രവർത്തനങ്ങൾക്കുള്ള KK നായർ സ്മാരക ശ്രേഷ്ഠ നിയമസഭാ സാമാജിക പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. നിലവിൽ മുസ്ലിം ലീഗ് സംസ്ഥാന സെക്രട്ടറി, ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം എന്നീ ചുമതലകൾ വഹിക്കുന്നുണ്ട്. ഭാര്യ KP റാഫിദയും മകൾ ഡോക്ടർ N ഷഹർസാദ്, മരുമകൻ ഡോക്ടർ അഷ്റഫ് വാസിൽ മുസ്ലിയാരകത്തും ചേർന്നതാണ് നിയുക്ത മന്ത്രിയുടെ കുടുംബം. 4ാം തവണ മണ്ണാർക്കാട് മണ്ഡലത്തിൽ മത്സരത്തിനിറങ്ങുമ്പോൾ UDF അധികാരത്തിലെത്തുകയാണെങ്കിൽ മന്ത്രിയാവുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലായിരുന്നു പ്രവർത്തകരും നാട്ടുകാരും. മണ്ണാർക്കാട് റെക്കോർഡ് ഭൂരിപക്ഷത്തിലാണ് അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ വിജയിച്ചത്. ഇനി നിങ്ങളുടെ എല്ലാ സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ. നിങ്ങളുടെ ഏത് സാമ്പത്തിക ആവശ്യങ്ങൾക്കും ഒരു വഴിയുണ്ട്. UGS ഗോൾഡ് ലോൺ.